നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ഓണക്കാല ചെലവ് 15,000 കോടിയോട് അടുക്കുന്നു. ഓണം കഴിഞ്ഞാൽ ട്രഷറി ഓവർഡ്രാഫ്റ്റിലാകാതിരിക്കാൻ 1,500 കോടി കൂടി കടമെടുക്കാൻ സംസ്ഥാനം തീരുമാനിച്ചു. ഇതെടുത്താൽ ഇതുവരെ കേന്ദ്രം അനുവദിച്ച കണക്കിൽ ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് 1,200 കോടിയാണ്. 1,500 കോടി കടമെടുക്കാനുള്ള കടപ്പത്രങ്ങളുടെ ലേലം 17-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ആസ്ഥാനത്ത് നടക്കും. 23 വർഷത്തേക്കാണ് കടപ്പത്രങ്ങൾ പുറപ്പെടുവിച്ചത്. പതിവ് ശമ്പളവും പെൻഷനും ഒഴികെ ഓണക്കാലത്ത് ആനുകൂല്യങ്ങളും കുടിശ്ശികകളും ക്ഷേമ പെൻഷനും നൽകാൻ ഏകദേശം 15,000 കോടി വേണ്ടിവന്നെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു. ശമ്പളവും പെൻഷനും കൂടി ചേർത്താൽ ഇത് 20,000 കോടിക്ക് അടുത്തെത്തും. ഡിസംബർ വരെയുള്ള 9 മാസത്തേക്ക് 21,253 കോടിയാണ് ആദ്യം കേന്ദ്രം അനുവദിച്ചത്. ഇത് അപര്യാപ്തമാണെന്ന് സംസ്ഥാനം അറിയിച്ചിരുന്നു. ട്രഷറിയിലെ PF നിക്ഷേപം ഉൾപ്പെടെയുള്ള പബ്ലിക് അക്കൗണ്ടിലെ വരവ് തെറ്റായി കണക്കാക്കിയതാണ് കടം കുറയാൻ കാരണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി. ഇതോടെ 4,200 കോടി കൂടി അനുവദിച്ചു. ഇതിൽ 1,500 കോടി നേരത്തെ എടുത്തിരുന്നു. ഓണവിപണിയിൽ റെക്കോർഡ് വിൽപ്പനയിൽ മിൽമ. ഓണക്കാലത്ത് പാല്, തൈര്, മറ്റു പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയിൽ സർവകാല റെക്കോർഡുമായി മിൽമ. തിരുവോണത്തിന് മുന്നേയുള്ള ഉത്രാടം ദിനത്തിൽ മാത്രം 37,365 ലിറ്റർ പാലും 3,91,576 കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത്. തിരുവോണത്തിന് മുമ്പുള്ള 6 ദിവസങ്ങളിലായി സർക്കാർ ഉടമസ്ഥതയിലുള്ള സഹകരണ സംഘം വഴി 1,33,47,013 ലിറ്റർ പാലും 14,95,332 കിലോ തൈരുമാണ് വിറ്റഴിച്ചത്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയെ മണിക്കൂറുകൾക്കൊടുവിൽ കാട്ടിലേക്ക് തുരത്തി. പേരാമ്പ്ര ബൈപ്പാസിനോട് ചേർന്ന കുന്നിൻ മുകളിൽ ഏറെ നേരം തമ്പടിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30-ന് കുന്നിറങ്ങിയ കാട്ടാന മടക്കയാത്ര തുടങ്ങിയെങ്കിലും ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത് തുടർന്നു. വൈകിട്ട് 3:15-ഓടെയാണ് കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താനായത്. തുരത്തലിനൊടുവിൽ പട്ടാണിപ്പാറ ഭാഗത്തേക്ക് നീങ്ങിയ കാട്ടാന പിണ്ടപ്പാറപ്പുഴ കടന്നാണ് കാട്ടിലേക്ക് പോയത്. കാട്ടാന ഇനിയും തിരിച്ചു വരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മലപ്പുറം ജില്ലയിൽ ഒരു നിപ്പ വൈറസ് മരണം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 24 വയസ്സുകാരനാണ് നിപ്പ വൈറസ് ബാധയായിരുന്നെന്ന് സ്ഥിരീകരിച്ചത്. സംഭവത്തെ തുടർന്ന് തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച യുവാവ് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് നിപ്പ വൈറസ് സംശയിച്ചത്. ഉടൻ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി ലഭ്യമായ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അയച്ചു. മലപ്പുറം ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചതോടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. നിപ്പ ബാധിച്ചു മരിച്ച 24-കാരന്റെ സമ്പർക്ക പട്ടികയിലുള്ളവരുള്ള പഞ്ചായത്തുകളിലാണ് നിയന്ത്രണം. തിരുവാലി, മമ്പാട് പഞ്ചായത്തുകളിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡുമാണ് കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ VR വിനോദ് പ്രഖ്യാപിച്ചത്. ഈ സ്ഥലങ്ങളിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവും. ഈ വാർഡുകളിലെ നബിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മാധ്യമപ്രവർത്തക PS രശ്മി അന്തരിച്ചു. ജനയുഗം പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്നു. മൃതദേഹം ഈരാറ്റുപേട്ട ആശുപത്രിയിൽ. രാവിലെ മൃതദേഹം ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തിക്കും. ടൈംസ് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ബ്യൂറോയിലെ സീനിയർ ഫോട്ടോഗ്രാഫർ ദീപപ്രസാദാണ് ഭർത്താവ്. രാജ്യപ്രഖ്യാപനം ഉടനെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി BJP. കെജ്രിവാളിന്റെ രാജ്യപ്രഖ്യാപനം നാടകമാണെന്നാണ് BJPയുടെ ആരോപണം. രാജി പ്രഖ്യാപിക്കാൻ 2 ദിവസം കാത്തിരിക്കുന്നത് എന്തിനാണെന്നും ഇന്ന് തന്നെ രാജിവെച്ചൂടെയെന്നുമാണ് BJPയുടെ പരിഹാസം. കെജ്രിവാളിന് ഉപാധികളോടെ മാത്രമാണ് ജാമ്യം ലഭിച്ചതെന്നും മദ്യനയ അഴിമതിയിൽ കോടതി കെജ്രിവാളിനെ വെറുതെ വിടാത്തതിനാലാണ് കെജ്രിവാൾ ഇപ്പോൾ ഈ വികാരനിർഭര നാടകം കളിക്കുന്നതെന്നും BJP ദേശീയ വക്താവ് ഷസാദ് പൂനെവാല പറഞ്ഞു. രാജി തീരുമാനം കെജ്രിവാളിന് മുൻപേ എടുക്കാമായിരുന്നുവെന്ന് BJP നേതാവ് ഹരീഷ് ഖുരാന പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ ഇരിക്കാൻ പറ്റാതെ ഫയലുകളിൽ ഒപ്പിടാൻ ബുദ്ധിമുട്ടി എന്തിനായിരുന്നു കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുന്നതെന്ന് ഡൽഹിയിലെ ജനങ്ങൾ തന്നെ ചോദിച്ചിരുന്നു. ഇത് മുൻപേ കെജ്രിവാളിന് ആകാമായിരുന്നു, ഹരീഷ് പറഞ്ഞു. 48 മണിക്കൂറുകൾ കൂടി കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇന്ന് തന്നെ രാജിവെച്ചൂടെയെന്നും ഹരീഷ് ചോദിച്ചു. ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതികൾ. ആക്രമണത്തിൽ ഇസ്രയേലിലെ പാതൈ മോദിൻ റെയിൽവേ സ്റ്റേഷന്റെ ഏതാനും ഭാഗങ്ങൾക്ക് തീപിടിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.
ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിസൈലുകൾ പതിച്ചത് ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിലായതിനാൽ ആളപായം ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മിസൈൽ പതിക്കുന്നതിന് മുന്നോടിയായി തലസ്ഥാന നഗരിയായ ടെൽ അവീവിലും മധ്യ ഇസ്രയേലിലും അപായ സൈറണുകൾ മുഴങ്ങിയതായും റിപ്പോർട്ടിൽ പറയുന്നു. റോബോട്ട് സാങ്കേതിക വിദ്യയിലൂടെ ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി റിയാദിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. മെഡിക്കൽ വെല്ലുവിളികളും സങ്കീർണതകളും മറികടന്നാണ് ഗുരുതര ഹൃദ്രോഗബാധിതനായ രോഗിയിൽ വിജയകരമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഗ്രേഡ് 4 ഹൃദയസ്തംഭനത്തോളം ഗുരുതരാവസ്ഥയിലായ 16 വയസ്സുള്ള കൗമാരക്കാരനായിരുന്നു രോഗി. പൂർണ്ണമായും യന്ത്രമനുഷ്യന്റെ സഹായത്തോടെയാണ് ഓപ്പറേഷൻ നടത്തി ഹൃദയം മാറ്റിവെച്ചത്. ആരോഗ്യ പരിപാലനത്തിൽ സൗദിയുടെ സ്ഥാനം ഉയർത്തുന്നതാണ് ഈ വിജയം. ചികിത്സാ ഫലങ്ങളും രോഗികളുടെ അനുഭവവും മെച്ചപ്പെടുത്തുന്ന മെഡിക്കൽ പ്രാക്ടീസുകൾ നവീകരിക്കാനുള്ള കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയുടെ ശേഷി എടുത്തു കാണിക്കുന്നതുമാണ് ഈ നേട്ടം. കൺസൾട്ടന്റ് കാർഡിയാക് സർജനും കാർഡിയാക് സർജറി വിഭാഗം മേധാവിയുമായ സൗദി സർജൻ ഡോക്ടർ ഫിറാസ് ഖലീലിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് 3 മണിക്കൂറെടുത്ത ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത്. ആഴ്ചകളോളം നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷം ആശുപത്രിയുടെ മെഡിക്കൽ കമ്മിറ്റിയുടെ അംഗീകാരവും രോഗിയുടെ കുടുംബത്തിന്റെ അംഗീകാരവും നേടിയ ശേഷമാണ് ശസ്ത്രക്രിയ നടത്തിയത്. രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിലെ നോയിഡ ജില്ലാ കളക്ടർ മനീഷ് വർമ്മ പപ്പു എന്ന് വിളിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായിരുന്നു. കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേതിന്റെ എക്സ് പോസ്റ്റിന് താഴെയായിരുന്നു കളക്ടറുടെ പ്രതികരണം. നിങ്ങൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പപ്പുവിനെ കുറിച്ചും മാത്രം ചിന്തിക്കുക എന്നായിരുന്നു കമന്റ്. പേരെടുത്ത് പരാമർശിക്കുന്നില്ലെങ്കിലും രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചാണ് കമന്റ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. പവൻ ഖേത്ര, ജയറാം രമേശ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ കളക്ടർക്കെതിരെ രംഗത്തെത്തി. സംഭവം വിവാദമായതോടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന വിശദീകരണവുമായി കളക്ടർ രംഗത്തെത്തി. സാമൂഹിക വിരുദ്ധരിൽ ആരോ തന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ടെന്നും ദുരുപയോഗം ചെയ്തെന്നും കളക്ടർ എക്സിൽ കുറിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മനീഷ് വർമ്മ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. പരാതിയിൽ സൈബർ സെൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIRന്റെ പകർപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു കളക്ടറുടെ പ്രതികരണം. 4 വർഷത്തിനുള്ളിൽ മനുഷ്യർക്ക് ചൊവ്വയിലേക്ക് പോകാനാകുമെന്ന ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനവുമായി സ്പേസ് എക്സ് സ്ഥാപകൻ ഇലോൺ മസ്ക്. 20 വർഷത്തിനുള്ളിൽ ചൊവ്വ എല്ലാം തികഞ്ഞ ഒരു സ്വതന്ത്ര സിറ്റിയാകുമെന്നും മനുഷ്യർക്ക് അവിടെ പോയി താമസിക്കാനാകുമെന്നും മസ്ക് എക്സിലൂടെ പറഞ്ഞു. ബഹിരാകാശം സ്വപ്നം കാണുന്ന സകലർക്കും ഈ പ്രസ്താവന കൗതുകവും അമ്പരപ്പും സമ്മാനിച്ചെങ്കിലും നടക്കാത്ത സുന്ദര സ്വപ്നമെന്ന് ചിലർ കളിയാക്കുന്നുമുണ്ട്. മസ്ക് അങ്ങനെ ചുമ്മാ പറഞ്ഞിട്ട് പോകുന്ന ആളൊന്നുമല്ലെന്ന് മസ്കിന്റെ ഒരു കൂട്ടം ആരാധകരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു.